വീണ്ടും വിഘടനവാദികളുടെ ആക്രമണം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പ്രധാന റെയിൽവേ ലൈനിൽ 2 ബോംബ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സ്ഫോടനത്തിൽ നിന്ന് 2 ട്രെയിനുകളും തലനാഴിഴയ്ക്ക് ലക്ഷ്യമിടുകയും എന്നാൽ ഭാഗികമായി തന്നെ ആ ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടാകുകയും അവിടെ കേടുപാടുകൾ സംഭവിച്ചതായിട്ടും റിപ്പോർട്ടുകൾ സൂചിക്കുന്നു. അതേപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം നടത്തിയതായും പിന്നിൽ TTP ഭീകര സംഘടനയാണെന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. അതിന് 2 ദിവസം ശേഷമാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ലക്ഷ്യമാക്കി തന്നെ ആക്രമണം നടത്താനായി പദ്ധതിയിടുന്നത്. സ്ഫോടനത്തിൽ നിന്ന് 2 ട്രെയിനുകളും തലനാഴിഴയ്ക്കാണ് ലക്ഷ്യമിട്ടത്. ഇതോടുകൂടി തന്നെ രാജ്യത്തെ റെയിൽ ഗതാഗതം ഭാഗികമായി താറുമാറാവുകയും ചെയ്തു. മുഷ്കാഫിൽ ഏകദേശം 3 അടി ട്രാക്കാണ് ആദ്യ സ്ഫോടനത്തിൽ തകർന്നത്. തുടർന്ന് തന്നെ ദഷ്ക പ്രദേശത്തുണ്ടായ സ്ഫോടനം പ്രധാന ലൈനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി. സംഭവങ്ങൾക്ക് ശേഷം റെയിൽവേ അധികൃതർ കർശന സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ക്വറ്റയിൽ നിന്നുള്ള റെയിൽവേ അല്ലെങ്കിൽ ആ ട്രെയിനുകൾക്ക് ഇനി മുതൽ കർശന സുരക്ഷാ അനുമതിക്ക് ശേഷം മാത്രമേ യാത്ര തിരിക്കാൻ കഴിയൂ എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ക്വറ്റ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതായി തന്നെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രദേശത്തെ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് കൂടുതൽ സുരക്ഷാ അനുമതികൾ ആവശ്യമാണ്. ബലൂച്ച് വിഘടനവാദ ഗ്രൂപ്പുകളാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA സംഭവത്തിന് പിന്നിൽ എന്നതാണ് വ്യക്തമാകുന്നത്. ജാഫർ എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി ഇവർ നേരത്തെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ പോലും വേൾഡ് ഫാസ്റ്റിൽ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതായി ഏകദേശം 400 യാത്രക്കാരെ ബന്ദികളാക്കി വെക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ അതിൽ 60 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 10 യാത്രക്കാരും 20ഓളം പാക് സൈനികരും 30ലേറെ വിഘടനവാദികളും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അവിടെ നേരിടുന്ന ഏറ്റവും കൂടുതൽ വെല്ലുവിളിയിൽ ഒന്ന് തന്നെയാണ് ബലൂച്ച് വിഘടനവാദം. പാക് അഫ്ഗാൻ ബന്ധം വഷളായ സാഹചര്യത്തിൽ ബലൂച്ചുകൾക്ക് കൂടുതൽ ധനസഹായം ലഭിക്കുന്നതിനായി തന്നെ അവിടെ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നുണ്ട്. തങ്ങളെ ആക്രമിക്കുന്ന ഭീകരവാദികൾക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നുവെന്നതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബലൂച്ച് ആർമി പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ISI തുടങ്ങിയ ഭീകര സംഘടനയുടെ പ്രജനന കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു ബലൂച്ച് ആർമി ആരോപണം ഉന്നയിച്ചതും. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും റെയിൽവേ ലൈനുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ബലൂച്ച് ആർമി ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.